ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. അൻവറിന്റെ പത്രിക തള്ളി. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകില്ല, സ്വതന്ത്രനായി മത്സരിക്കാം. മലപ്പുറം. നിലമ്പൂര് ഉപതിരഞ്ഞെടുപ്പില് തൃണമൂല് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി.വി. അൻവറിന്റെ പത്രിക തള്ളി. അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി.വി. അൻവർ സമർപ്പിച്ച പത്രികയിൽ പ്രശ്നമുണ്ടെന്ന് വരണാധികാരി അറിയിച്ചു. ടി.എം.സി ദേശീയ പാർട്ടി അല്ലാത്തതിനാൽ നാമനിർദ്ദേശ പത്രികയിൽ 10 പേർ ഒപ്പിടണമായിരുന്നു. അത് ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക തള്ളിയത്. അതേസമയം അൻവറിന് സ്വതന്ത്രനായി മത്സരിക്കാം. തൃണമൂൽ കോൺഗ്രസിന്റെ പേരിലും സ്വതന്ത്രനായും 2 സെറ്റ് പത്രികകളാണ് അൻവർ നൽകിയിരുന്നത്. പത്രിക തള്ളുന്ന വിവരം അൻവറിന് വരണാധികാരി അറിയിച്ചു. സബ് കലക്ടർ ഓഫീസിലെത്തി വരണാധികാരിക്ക് അൻവർ വിശദീകരണം നൽകി. അട്ടിമറി സാധ്യത തോന്നിയതുകൊണ്ടാണ് താൻ സബ് കലക്ടർ ഓഫീസിലെത്തിയതെന്ന് അൻവർ പറഞ്ഞു. എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും താൻ മാത്രം ഒറ്റക്കാണെന്നും അൻവർ പറഞ്ഞു. നാളികേര വില ഉയരങ്ങളില്. വെളിച്ചെണ്ണ തിളയ്ക്കുന്നു. തിരുവനന്തപുരം. വെളിച്ചെണ്ണ വില തിളച്ചു കയറുകയാണ്. ചില്ലറ വിപണിയിലെ ശരാശരി വില കിലോ 340 രൂപ മുതൽ 360 രൂപ വരെയാണ്. കുപ്പിയിൽ പാക്ക് ചെയ്ത ബ്രാൻഡഡ് വെളിച്ചെണ്ണയ്ക്ക് ഇതിലും കൂടുതലാണ് വില. എണ്ണവില വൈകാതെ 400 കടക്കുമെന്നും 500 രൂപയിലെത്തിയാൽ പോലും അതിശയിക്കേണ്ടെന്നാണ് വിപണി സൂചന. ആ സാഹചര്യത്തിൽ നാളികേരവില കിലോയ്ക്ക് 100 കടന്നേക്കാം. കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും കൊപ്രയുടെ ക്ഷാമമാണ് വെളിച്ചെണ്ണ വില ഉയരാന് പ്രധാന കാരണം. കൊപ്ര കിട്ടാനില്ലാതെ വന്നതോടെ ചെറുകിട ആട്ടുമില്ലുകളുടെ പ്രവർത്തനം നിലച്ചു. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കൊപ്ര വരവ് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. വിദേശ കൊപ്ര വരവും നിലച്ചു. വെളിച്ചെണ്ണ വിലയുടെ തോതിൽ പാം ഓയിൽ, നല്ലെണ്ണ, സൂര്യകാന്തി ഓയിൽ എന്നിവയ്ക്കും വില വർദ്ധിക്കുകയാണ്. മാർക്കറ്റിലെ നാളികേര ലഭ്യത 30 മുതൽ 35 വരെ % ഇടിവുണ്ടായി. നിലവിലെ കൊപ്ര വില കേരളത്തില് 186 രൂപയും തമിഴ്നാട്ടില് 188 രൂപയുമാണ്. ഒരു വർഷത്തിനിടെ നാളികേര വിലയില് 25 രൂപയുടെ വർധനയാണുണ്ടായിരിക്കുന്നത്. ഇതാണ് കൊപ്രയിലും പ്രതിഫലിക്കുന്നത്. നാളികേര ഉത്പാദനത്തില് മുന്നിലുള്ള ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി നടത്തി വില നിയന്ത്രിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. സംസ്ഥാനത്തെ +1 പ്രവേശനത്തിന് ഇന്ന് തുടക്കം. തിരുവനന്തപുരം. സംസ്ഥാനത്തെ ഈ അധ്യയന വർഷത്തെ +1 പ്രവേശനം ഇന്നു മുതൽ ആരംഭിക്കും. ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് രാവിലെ 10 മണി മുതൽ വ്യാഴാഴ്ച വൈകിട്ട് 5 മണി വരെ പ്രവേശനം നേടാം. 10ാം ക്ലാസ് യോഗ്യത സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായാണ് പ്രവേശനത്തിന് എത്തേണ്ടത്. അലോട്ട്മെന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ സ്ഥിരം പ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നേടണം. താൽക്കാലിക പ്രവേശനം നേടുന്നവർ ഫീസ് അടയ്ക്കേണ്ടതില്ല. 2ാം ഘട്ട അലോട്ട്മെന്റ് ലിസ്റ്റ് ജൂൺ 10-നും 3ാം ഘട്ട അലോട്ട്മെന്റ് ലിസ്റ്റ് 16-നും പ്രസിദ്ധീകരിക്കും. 18-നാണ് ഈ അധ്യയന വർഷത്തെ +1 ക്ലാസുകൾ ആരംഭിക്കുക. റേഷൻ വാങ്ങിയില്ല. മുൻഗണന വിഭാഗത്തിലെ 70,418 പേര് പുറത്ത്. തിരുവനന്തപുരം. സംസ്ഥാനത്തെ റേഷൻ മുൻഗണന വിഭാഗത്തിലെ 70,418 പേർ പുറത്ത്. തുടർച്ചയായി 3 മാസം റേഷന് കൈപ്പറ്റാത്ത സാഹചര്യത്തിലാണ് ഇവരെ ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. അതേസമയം ഒഴിവാക്കുന്നവർക്ക് പകരം മറ്റു വിഭാഗങ്ങളിലെ അർഹതപ്പെട്ടവരെ മുൻഗണന പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടിയും ആരംഭിച്ചു. പിങ്ക് കാർഡുള്ള 62,945-ഉം മഞ്ഞ കാർഡുള്ള 7,473 പേരാണ് 3 മാസമായി റേഷൻ വാങ്ങാത്തത്. പിങ്ക് കാർഡില് റേഷൻ വാങ്ങാത്തവർ കൂടുതൽ എറണാകുളത്തും 8,978 പേർ, തിരുവനന്തപുരത്തുമാണ് 8,717. ഏറ്റവും കുറവ് വയനാടും കാസർകോടുമാണ്. ഇവിടങ്ങളിലെ യഥാക്രമം 807-ഉം 1,480 പേർ 3 മാസമായി റേഷൻ വാങ്ങിയിട്ടില്ല. മഞ്ഞ കാർഡുകാരില് റേഷൻ വാങ്ങാത്തവർ കൂടുതൽ തിരുവനന്തപുരത്തും തൃശൂരുമാണ്. ഇവിടങ്ങളിലെ യഥാക്രമം 991-ഉം 898 കുടുംബങ്ങളാണ് റേഷൻ വാങ്ങാത്തത്. കുറവ് കോഴിക്കോടും 128, മലപ്പുറവുമാണ് 171. ഇവർക്ക് പകരമായി പരമ്പരാഗത അല്ലെങ്കിൽ അസംഘടിത തൊഴിലാളി കുടുംബങ്ങള്, തദ്ദേശ വകുപ്പിന്റെ BPL പട്ടികയിലുള്ളവർ, ആശ്രയ പദ്ധതി അംഗങ്ങള്, സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖല സഹകരണ സ്ഥാപനങ്ങളിലെ ജോലിയില്ലാത്ത പട്ടികവർഗക്കാർ, HIV പോസിറ്റീവ്, കാൻസർ ബാധിതർ, ഓട്ടിസം ഉള്ളവർ, ഗുരുതര മാനസിക വെല്ലുവിളിയുള്ളവർ, എൻഡോസൾഫാൻ ബാധിതർ, വൃക്കയോ ഹൃദയമോ മാറ്റിവെച്ചവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, പക്ഷാഘാതവും മറ്റും മൂലം കിടപ്പിലായവർ എന്നിവരുൾപ്പെടുന്ന കുടുംബങ്ങള്, നിർധന, നിരാലംബ സ്ത്രീ, വിധവ, അവിവാഹിത അമ്മ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ എന്നിവർ, ഗൃഹനാഥയായ കുടുംബങ്ങള് എന്നിവർക്കാണ് മുൻഗണന വിഭാഗത്തിലേക്ക് മാറാനാവുക. മുൻഗണനേതര വിഭാഗത്തിലെ നീല കാർഡുകാരിലുള്ള 4,356 പേരെ വെള്ള കാർഡിലേക്ക് മാറ്റും. ഈ പട്ടികയിലെ കൂടുതൽ കുടുംബങ്ങള് ആലപ്പുഴ 967, പാലക്കാട് 780, കണ്ണൂർ 723 ജില്ലയിലുള്ളവരാണ്. ഇനി തപാൽ വഴിയില്ല. PSC നിയമന ശുപാർശ പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക്. തിരുവനന്തപുരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിയമന ശുപാർശ പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നു. നിയമന ശുപാർശ ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കാലതാമസം കൂടാതെ അഡ്വൈസ് മെമ്മോ ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനും അഡ്വൈസ് മെമ്മോ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനുമായിട്ടാണ് ഇത്. ഇന്നലെ ചേർന്ന യോഗത്തിലാണ് തീരുമാനം.
ജൂലൈ 1 മുതൽ എല്ലാ നിയമന ശുപാർശകളും ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കും. QR കോഡ് ഉൾപ്പെടുത്തി സുരക്ഷിതമായ നിയമന ശുപാർശകളാണ് പ്രൊഫൈലിൽ ലഭിക്കുക. ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നതോടെ തപാൽ മാർഗം അയക്കുന്ന രീതി നിർത്തലാക്കും. ജീവനൊടുക്കാൻ ശ്രമിച്ചത് അഫാന് ഓർമ്മയില്ല. മാനസിക പരിശോധനയ്ക്ക് നിർദ്ദേശിച്ച ഡോക്ടർമാർ. ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ മാനസിക പരിശോധനയ്ക്ക് വിധേയമാക്കാൻ നിർദ്ദേശിച്ച ഡോക്ടർമാർ. ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത ശേഷമായിരിക്കും പരിശോധന നടത്തുക. മെയ് 25-നാണ് അഫാൻ ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചത്. നിലവിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിനെക്കുറിച്ച് അഫാൻ ഓർമ്മയില്ല. അഫാന്റെ തലച്ചോറിനും ആന്തരികാവയവങ്ങൾക്കും വലിയ പരിക്കുകളില്ല. ജീവനൊടുക്കാൻ ശ്രമിച്ചപ്പോൾ CPR ഉടൻ നൽകിയത് ഓക്സിജൻ കുറയാനിടയാക്കിയില്ല എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ UET ബ്ലോക്കിലായിരുന്നു അഫാന് കഴിഞ്ഞിരുന്നത്. രാവിലെ 11 മണിയോടെ ശുചിമുറിയിൽ പോകണമെന്ന് അഫാന് ജയില് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ജയില് വാർഡന് അഫാന് ശുചിമുറിയിൽ എത്തിച്ചു. ഇതിനിടെയാണ് അഫാന് ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. വാതില് തുറക്കാന് വൈകിയതിനെ തുടർന്ന് വാർഡന് ശുചിമുറിയുടെ വാതില് ചവിട്ടി പൊളിച്ചതിനെ തുടർന്നാണ് തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിൽ അഫാനെ കണ്ടെത്തിയത്. വാർഡന് ഉടനെ തന്നെ ജയിൽ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് 11:25 അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാനെതിരെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. തനിക്ക് തെറ്റുപറ്റിയതാണെന്നും മാതാപിതാക്കളെ കാണണമെന്നും നേരത്തെ അഫാൻ ഉദ്യോഗസ്ഥരോട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ചോദ്യം ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യുമെന്ന് അഫാന് വെളിപ്പെടുത്തിയതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഫെബ്രുവരി 24-നായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത്. പിതൃമാതാവ് സൽമ ബീവി, പിതൃസഹോദരന് ലത്തീഫ്, ഭാര്യ ഷാഹിദ, സഹോദരന് അഫ്സാന്, പെൺസുഹൃത്ത് ഫരിസാന എന്നിവരെയായിരുന്നു അഫാന് കൊലപ്പെടുത്തിയത്. രാവിലെ 10-നും 6-നും ഇടയിലായിരുന്നു 5 കൊലപാതകങ്ങളും നടന്നത്. മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫാന് കരുതിയിരുന്നത്. 5 കൊലപാതകങ്ങൾക്ക് ശേഷം അഫാന് എലിവിഷം കഴിക്കുകയും പോലീസിൽ കീഴടങ്ങുകയുമായിരുന്നു. കോടഞ്ചേരി തിരുവമ്പാടി റോഡിൽ വാഹനാപകടം. കോടഞ്ചേരി തിരുവമ്പാടി റോഡിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ താഴേക്ക് പതിച്ചു. ആന്ധ്ര രജിസ്ട്രേഷനിലുള്ള വാഹനം വയനാട് ഭാഗത്തേക്ക് വരുമ്പോഴാണ് അപകടം സംഭവിച്ചത്. തമ്പലമണ്ണ പെട്രോൾ പമ്പ് കഴിഞ്ഞുള്ള വളവിലാണ് അപകടം. നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച വാഹനം താഴേക്ക് പതിച്ച് സമീപത്തെ തെങ്ങിൽ തട്ടി നിൽക്കുകയായിരുന്നു. വാഹനത്തിൽ 7 പേരുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെയാണ് അപകടം നടന്നത്. പ്രവേശനോത്സവം. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഒരപ്പൊങ്കൽ അംഗനവാടിയിൽ വെച്ച് അംഗനവാടി കുട്ടികളുടെ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനോത്സവം നടന്നു. നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായ പിഞ്ചോമനകളെ വാർഡ് മെമ്പറുടെയും ALMC അംഗങ്ങളുടെയും നേതൃത്വത്തിൽ മധുരം നൽകിക്കൊണ്ട് സ്വാഗതം ചെയ്തു. യോഗത്തിക്ക് പ്രസിഡന്റ് ജോസഫ് കുമ്മിണിയിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ലിസി ചാക്കോ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി വർക്കർ ജിഷ ജോർജ് സ്വാഗതം ആശംസിച്ചു. ALMC സെക്രട്ടറി ജോജോ പള്ളിക്കാമടത്തിൽ, രാമൻകുട്ടി നേരാടി മലയിൽ, ജിസ വെട്ടിക്കുഴി, ഷീന മാളിയേക്കൽ, സാലി പുളിമൂട്ടിൽ, ജിൽസ പുതിയടത്ത്, റോസിലി ചക്യാത്ത്, ജിനു കൊല്ലംപറമ്പിൽ, ഹെൽപ്പർ സൗമ്യ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ലഹരിമുക്ത കോടഞ്ചേരി. ലഹരിക്കെതിരെ ഡോക്യുമെന്ററി ഫിലിം പ്രദർശനം നടത്തി. വേളങ്കോട് സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2025 അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ലഹരിമുക്ത ഡോക്യുമെന്ററി പ്രദർശനം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് ഷിജി ആന്റണി അധ്യക്ഷനായ ചടങ്ങിൽ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB ചിരണ്ടായത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിന്ദു ജോർജ്, ഹെഡ്മിസ്ട്രസ് സോഫിയ ജേക്കബ്, പ്രിൻസിപ്പൽ ഇൻചാർജ് ബിബിൻ സെബാസ്റ്റ്യൻ, MPETA പ്രസിഡന്റ് ഷംന PT, PDA വൈസ് പ്രസിഡന്റ് LC ജോബി, BRC പ്രതിനിധി ലിൻസി ടീച്ചർ, സിസ്റ്റർ വജന SAC എന്നിവർ സംസാരിച്ചു. ശേഷം നടന്ന ലഹരിക്കെതിരെയുള്ള പഞ്ചായത്ത് തല ഡോക്യുമെന്ററി ഫിലിം അഖിലന്റെ സൂത്രവാക്യം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചു. കോഓർഡിനേറ്റർ ജോയ് മോളത്ത്, പ്രൊഡ്യൂസറും ഡയറക്ടറുമായ സുധീർ കോഴിക്കോട്, ഓപ്പറേറ്റർ ബിബിൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഹെഡ്മിസ്ട്രസ് സോഫിയ ജേക്കബ് ലഹരിക്കെതിരെ വിദ്യാർത്ഥി സമൂഹം ജാഗ്രതയോടെ നിലകൊള്ളണമെന്ന് ആഹ്വാനം ചെയ്തു. ഏറെ മനോഹരമായി ചിത്രീകരിച്ച ഡോക്യുമെന്ററി ഫിലിം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിറഞ്ഞ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. കോടഞ്ചേരി കൃഷിഭവൻ അറിയിപ്പ്. ഫീൽഡ് തല ജോലികളും മറ്റ് ഓഫീസ് ജോലികളും തടസ്സം കൂടാതെ നടക്കേണ്ടതിനാൽ അഗ്രിസ്റ്റാക് PM കിസാൻ രജിസ്ട്രേഷൻ രാവിലെ 10:30 മണി മുതൽ 1 മണി വരെ മാത്രം. നിലവിൽ 2025 ജൂലൈ 31 വരെ രജിസ്ട്രേഷൻ സാധ്യമാണ്. കൃഷി ഓഫീസർ കോടഞ്ചേരി അറിയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.